ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കായ വറുത്തതിൻ്റെ റെസിപ്പിയാണേ. പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യമായിട്ടൊന്നും പറയാനുമില്ല. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ചെയ്യുന്നൊരു രീതി നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അത് തന്നെയല്ല. കായ വറുത്തതിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക് കൊടുക്കാൻ. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് മഞ്ഞൾ പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പച്ചക്കായ പൊളിച്ച് അതിനകത്ത് കുറച്ച് സമയം ഇടാൻ വേണ്ടിയിട്ടാണ്. ആ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സംഭവമാണ് ചിപ്സ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാത്ത അപകടമുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അതേസമയം നമ്മൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും, രുചികരവുമായിരിക്കും. ഒത്തിരി ഇരട്ടി ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പച്ചക്കായ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ വരഞ്ഞു കൊടുത്ത് വെച്ചിട്ട് തൊലി കളയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പൊളിഞ്ഞു പോരുകയും ചെയ്യും. കയ്യിൽ ഇങ്ങനെ അധികം കറിയൊന്നും പിടിക്കത്തുമില്ല. ഇനി ഇതൊന്നും ഞാൻ 3 കായ എടുത്തിട്ടുള്ളൂ കേട്ടോ, എൻ്റെ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലേക്കിട്ട് കുറച്ച് സമയം, അതായത് മഞ്ഞളും ഉപ്പും കൂടെ ഉള്ള വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഞാനതങ്ങ് വെച്ചിരിക്കും. ഒരു 2 മണിക്കൂറൊക്കെ അങ്ങ് അവിടെ ഇരിക്കും. എൻ്റെ പരിപാടി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഞാനത് എടുക്കാറുള്ളൂ. ഇനി അത് കാര്യം നമ്മൾ നന്നായിട്ട് കഴുകിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അതൊന്നുകൂടെ ചിപ്സാക്കി കനം കുറച്ച് അരിയണേ. എന്നിട്ടത് ഞാൻ ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് അതിൽ നിന്ന് കോരിയാണ് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. വെളിച്ചെണ്ണയാണ് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. പച്ചക്കായൊക്കെ വറക്കുമ്പം നമ്മുടെ നാടൻ ഐറ്റം അല്ലേ. അപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ, നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഈ പറയുന്ന ഞാൻ തന്നെ പല പ്രാവശ്യവും കൂടുതലൊക്കെ ഇട്ട് കൊടുത്ത് പണിയൊക്കെ മേടിച്ചെടുക്കാറുള്ളതാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് വരികയും ചെയ്യും. ഇത് വലിയൊരു റെസിപ്പി ആയിട്ട് ഇടാനില്ല, എന്നാലും ഞാനിങ്ങനെ ഈ ചെറിയ കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബോക്സിലേക്ക് അടച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി അത്രേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ കായ ഇവിടെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതതിനകത്തുനിന്ന് കോരിയതിന് ശേഷം നമുക്ക് വേഗം തന്നെ അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുത്ത് അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല. നല്ല ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ബനാന ചിപ്സും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബനാന ചിപ്സും തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പം എന്താ ഞാനത് വറുത്ത് കോരുന്ന സമയമായപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വേണം വരാൻ കേട്ടോ. ഇനി അതും കൂടെ കോരി മാറ്റി വെച്ചിട്ട് മസാല വേണ്ടേ, നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബനാന ചിപ്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.